വെച്ച് വരുന്നതും കാത്ത് നിൽക്കുകയാണ് കേട്ടോ. പണ്ട് നമ്മുടെ അമ്മയച്ഛനൊക്കെ എവിടെയെങ്കിലും പോയിട്ട് വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ കൊണ്ടുവരില്ലേ, അതേപോലെയാണ് വെച്ച് വരുമ്പോഴെന്തേ ഇങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ കൊണ്ടുവരും കേട്ടോ. അപ്പോൾ നമുക്കെന്താ ചിക്കൻ ബിരിയാണി ഉണ്ടാക്കിയാലോ. അങ്ങനെ നമ്മളിത് 3 ലെഗ് പീസ് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ മസാലപ്പൊടികളൊക്കെ ചേർത്ത് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഇതിലേക്ക് 2 സവാള, തക്കാളി, 2 പച്ചമുളക് ഒക്കെ എടുക്കുക. സവാളയാണെങ്കിൽ നല്ല കുരുകുനാ നരിഞ്ഞ് നമ്മളൊരു പാൻ വെച്ചിട്ട് അതിൽ കുറച്ച് എണ്ണയും നെയ്യൊക്കെ ഒഴിച്ചിട്ട് പട്ട അങ്ങനത്തെ മസാലകളെല്ലാം ഒന്ന് ചൂടാക്കി അതിലേക്ക് നമ്മൾ സവാളയും ചേർത്ത് ഉപ്പും ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഇത് നല്ല ബ്രൗൺ കളറായിട്ട് വരുമ്പം നമ്മൾ നേരത്തെ എടുത്ത് വെച്ച് തക്കാളിയും പച്ചമുളകും ഒക്കെ ചേർത്ത് നന്നായിട്ട് വഴറ്റി പിന്നെ നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതും കൂടെ ഞാനകത്ത് ഇടുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ നേരത്തെ എടുത്ത് വെച്ചാൽ ചിക്കനില്ലേ അതും കൂടെ ചേർത്ത് കുറച്ച് തൈരും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സാക്കി ഒന്ന് വേവിക്കാൻ വെക്കുക. ആ നേരത്തിന് നമ്മൾ സലാഡ് റെഡിയാക്കി എടുക്കുന്നുണ്ട്. അങ്ങനെ ഇതേ നമ്മുടെ ചിക്കനിലേക്ക് അരിയും ആവശ്യത്തിന് വെള്ളവും മല്ലിയിലയൊക്കെ ചേർത്ത് വെച്ചിട്ടുണ്ട്. ഇനി അടച്ചു വെച്ച് നന്നായിട്ട് വേവിച്ചെടുക്കുക. അങ്ങനെ ഇടയ്ക്ക് ദച്ചു അതിനകത്ത് ഇടാൻ വെച്ചിരുന്ന അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങ എല്ലാം പറക്കി തിന്ന് തീർത്ത് കേട്ടോ. ഞാൻ സാധാരണ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ കുക്കറിനകത്ത് അത് നമ്മൾ പെട്ടെന്ന് ഉണ്ടാക്കാമല്ലോ, കുക്കറിനകത്താണ് ഞാൻ ഉണ്ടാക്കുന്നത്. അന്നേരം ഞാൻ ഇന്നൊരു നോൺ സ്റ്റിക് പാത്രം പുതിയത് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് ഞാൻ ആദ്യമായിട്ട് 1 ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് വെള്ളം, ഫസ്റ്റ് ടൈം അങ്ങനെ ആ വെള്ളം അളന്നൊക്കെ വെച്ച് കറക്റ്റ് അത് ഉണ്ടാക്കണമല്ലോ. അപ്പോൾ 1 ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് വെള്ളം, ആ ഒരു റേഷ്യോയിൽ ഞാൻ 2 ഗ്ലാസ് അരിക്ക് 4 ഗ്ലാസ് വെള്ളം ഒഴിച്ചേ. അപ്പോൾ ഈ ആ പാത്രത്തിന്റെ ലെവലിൽ വെള്ളം എത്തിയപ്പോഴേക്കും എനിക്കൊരു പേടി, നിങ്ങൾ കുഴഞ്ഞു പോകുമോ, ഇത് തിള മൊത്തം എന്തൊക്കെയോ പോലെ ഒരു കഞ്ഞിപ്പരുവം പോലെ ആവുമെന്ന് എനിക്കൊരു പേടിയുണ്ടായിരുന്നു. പക്ഷേ സംഭവം സക്സസ് ആയിട്ടുണ്ട്. അങ്ങനെ ആദ്യമായിട്ട് കറക്റ്റ് ആ ഒരു വെള്ളത്തിന്റെ അളവൊക്കെ വെച്ചിട്ട് ബിരിയാണി ഉണ്ടാക്കിയിട്ട് സക്സസ് ആകുമ്പോൾ നമുക്ക് ഉണ്ടാവുന്ന ഒരു സന്തോഷമല്ലേ, ഭയങ്കര ഇന്ന് നല്ല മണം അറിയാവോ. അപ്പൊ ഇതിന്റെ റെസിപ്പി ഞാൻ ഇട്ടേക്കാട്ടോ, അതെങ്ങനെ ഞാൻ ഉണ്ടാക്കിയത്. പിന്നെ ഇത് കണ്ടിട്ട് നിങ്ങൾ അയ്യോ അങ്ങനല്ലേ ഇങ്ങനല്ലേ അങ്ങനൊന്നും പറയണ്ട, എനിക്കറിയാവുന്ന രീതിയിലാണ് ഞാൻ ഒരു ബിരിയാണി ഉണ്ടാക്കിയിരുന്നത്. പക്ഷെ സംഭവം വെള്ളം കേട്ടോ. അപ്പൊ ഓക്കെ, ബൈ, നാളെ കാണാം. അടിപൊളി. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ. ഈ ബിരിയാണി ഉണ്ടാക്കി തരുമോ എന്ന് പറയുന്നവർക്ക് ഈ ബിരിയാണി ഉണ്ടാക്കി തന്ന് പാഴ്സൽ അയക്കുന്നതായിരിക്കും.